ഹലോ എല്ലാ കൂട്ടുകാർക്കും ലിയാസ് ഹോംലി കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഇന്ത്യയിലെ തന്നെ നമ്പർ 1 കമ്പനികളിലൊന്നായ ദ ഇൻഡസ് വാലിയിൽ നിന്നും നമുക്ക് 2 പ്രൊഡക്റ്റ് വന്നിട്ടുണ്ടായിരുന്നു. ദ ഇൻഡസ് വാലിയുടെ വെബ്സൈറ്റ് കയറി നോക്കുകയാണെങ്കിൽ നമുക്ക് ആവശ്യമുള്ള ഒരുപാട് സ്റ്റീലിൻ്റെ പാത്രങ്ങൾ അതുപോലെ തന്നെ കാസ്റ്റ് അയൺ പാത്രങ്ങളൊക്കെ നമുക്ക് സെലക്ട് ചെയ്യാനായിട്ട് പറ്റും. നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന കൂട്ടുകാർക്ക് ആർക്കെങ്കിലും ഈ പ്രൊഡക്റ്റുകൾ ആവശ്യമാണെങ്കിൽ ലിയാസ് ഹോംലി എന്ന കൂപ്പൺ കോഡ് ഉപയോഗിച്ചാൽ എക്സ്ട്രാ 12% ഡിസ്കൗണ്ടോടുകൂടി നമുക്ക് ആവശ്യമുള്ള പാത്രങ്ങൾ വാങ്ങാനായിട്ട് പറ്റും. 100% ഹെൽത്തി ആയിട്ടുള്ള കുക്ക്വെയർ കളക്ഷൻസ് ആണ് നമ്മുടെ ഇൻഡസ് വാലിയിലുള്ളത്. ഇപ്പം നമ്മൾ വാങ്ങിയിട്ടുള്ളത് കാസ്റ്റ് അയണിൻ്റെ ഊത്തപ്പം തവയും ഒരു കടായുമാണ്. രണ്ടും പ്രീ സീസണിങ് ചെയ്ത് കഴിഞ്ഞ് വന്നിട്ടുള്ളതാണ്. ഇങ്ങനെ പ്രീ സീസണിങ് ചെയ്ത് കഴിഞ്ഞിട്ട് വന്നിട്ടുള്ളതിന് അല്പം റേറ്റ് കൂടുതലാണ്. അപ്പോൾ നമുക്ക് യൂസ് ചെയ്യാനും വളരെ എളുപ്പമാണ്. ഇങ്ങനെയുള്ള കാസ്റ്റ് അയൺ പാത്രങ്ങളൊക്കെ നമ്മൾ വാങ്ങുകയാണെങ്കിൽ ശരിക്കും വൺ ടൈം ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. കാരണം നമുക്കിത് തലമുറയോളം യൂസ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ നമ്മൾ ഇപ്പോൾ ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാൻ വല്ലതും വാങ്ങിയാൽ എന്തായാലും 1500 രൂപ ആ റേറ്റ് 1200 രൂപ റേറ്റൊക്കെ കൊടുക്കണം. ഇതാണെങ്കിലും അത്രയും പ്രൈസൊക്കെ കൊടുത്താൽ നമുക്കിത് ആയുഷ്കാലം യൂസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ കാണുമ്പോൾ തന്നെ അറിയാം നല്ല ഫിനിഷിങ്ങോടുകൂടി സീസണിങ് ചെയ്ത് വന്നിട്ടുള്ളതാണ് ഈ 2 പ്രൊഡക്റ്റും. ഇനിയിപ്പോൾ ഇതെങ്ങനെയാണ് നമ്മൾ ഉപയോഗിക്കേണ്ടതെന്നും ഉപയോഗശേഷം ഇതെങ്ങനെ നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാമെന്നുള്ളതും കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മളിതിൽ 2 ഫുഡ് ഐറ്റംസ് കുക്ക് ചെയ്തും കൂടി കാണിക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ ഇത് രണ്ടും മൈൽഡ് ആയിട്ടുള്ള ഒരു ഡിഷ് വാഷ് ലിക്വിഡ് ഉപയോഗിച്ചിട്ട് സ്പോഞ്ചിൻ്റെ സ്ക്രബ്ബർ ഉപയോഗിച്ച് നമുക്ക് ഇതൊന്ന് വാഷ് ചെയ്തെടുക്കണം. നമ്മൾ നോൺ സ്റ്റിക്കിൻ്റെ ഒക്കെ പാത്രങ്ങൾ, അലൂമിനിയം പാത്രങ്ങൾ ഇതൊക്കെ നമ്മൾ വാങ്ങിച്ചിട്ട് എന്തായാലും കൂടി വന്ന ഒരു 6 മാസം അല്ലെങ്കിൽ 1 വർഷമൊക്കെ കഴിയുമ്പോൾ അതെല്ലാം മോശമായിട്ട് പോകും. ഇങ്ങനത്തെ കാസ്റ്റ് അയൺ പാത്രങ്ങൾ നമ്മൾ അല്പം റേറ്റ് കൊടുത്ത് വാങ്ങിയാലും നമുക്കിത് എത്രയോ കാലം യൂസ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ ഇത് ഉപയോഗിക്കും തോറും നല്ല സ്മൂത്തായിട്ട് നോൺ സ്റ്റിക്ക് പോലെ ആയി വരികയും ചെയ്യുമെന്നുള്ളതാണ് ഈ കാസ്റ്റ് അയൺ പാത്രങ്ങളുടെ ഒരു പ്രത്യേകത. പിന്നെ 100% ടോക്സിൻ ഫ്രീ ആണ് ഇൻഡസ് വാലിയുടെ പ്രൊഡക്ട്സ് എല്ലാം. പിന്നെ നമുക്ക് കാസ്റ്റ് അയൺ പാത്രങ്ങളൊക്കെ ഉപയോഗിക്കുമ്പോൾ നമുക്ക് അയൺ ഡെഫിഷ്യൻസി ഒക്കെ ഉള്ളവർക്ക് വളരെ നല്ലതാണ്. ശരീരത്തിൽ നമുക്ക് അയണിൻ്റെ കണ്ടൻറ്റ് കൂടുതലായിട്ട് കിട്ടുകയും ചെയ്യും. ഈ പാത്രങ്ങൾ 100% പ്യുവർ ആയിട്ടുള്ള അയൺ കൊണ്ട് നിർമ്മിച്ചതാണ്. ഇനിയിപ്പോൾ നമ്മൾ ഈ പാത്രങ്ങൾ വാഷ് ചെയ്തെടുത്തതിന് ശേഷം നല്ലപോലെ ഒരു കോട്ടൻ്റെ തുണിയോ അല്ലെങ്കിൽ ഒരു മൈക്രോഫൈബർ ക്ലോത്തോ വെച്ചിട്ട് നല്ലപോലെ ഈ വെള്ളത്തിൻ്റെ അംശം ഇല്ലാതെ ഡ്രൈ ആക്കി എടുക്കണം. പിന്നെ ഈ കാസ്റ്റ് അയൺ പാത്രങ്ങൾ നമുക്ക് ഓവനിലും യൂസ് ചെയ്യാം, അതുപോലെ തന്നെ ഇൻഡക്ഷൻ കുക്കറിലും യൂസ് ചെയ്യാം എന്നുള്ളതാണ്. നമ്മളിതുപോലത്തെ കാസ്റ്റ് അയണിൻ്റെ പാത്രങ്ങളൊക്കെ കുക്ക് ചെയ്ത് കഴിയുമ്പം ഹെൽത്തിൻ്റെ കാര്യത്തിൽ മാത്രമല്ല ടേസ്റ്റിൻ്റെ കാര്യത്തിലും വളരെ മുൻപന്തിയിലാണ് ഇങ്ങനെയുള്ള പാത്രങ്ങളിൽ നമ്മൾ കുക്ക് ചെയ്ത് ഫുഡ് കഴിച്ചാൽ. ഇതുപോലെ നമ്മൾ കാസ്റ്റ് അയൺ പാത്രങ്ങൾ നമ്മൾ ഷോപ്പിൽ നിന്ന് വാങ്ങുന്നതാണെങ്കിലും ഈ ഒരു രീതിയിൽ പ്രീ സീസണിങ് ചെയ്തതാണെങ്കിൽ മൈൽഡായിട്ടൊരു ലിക്വിഡ് ഉപയോഗിച്ച് വാഷ് ചെയ്തതിന് ശേഷം നന്നായിട്ട് തുടച്ചിട്ട് നമ്മൾ ഓയിൽ നന്നായിട്ട് ഇതിൽ അപ്ലൈ ചെയ്ത് കൊടുക്കണം. അല്ലെങ്കിൽ നമ്മൾ പ്രീ സീസൺ ചെയ്യാത്തതാണെങ്കിൽ പണ്ടുള്ളവർ ചെയ്യുന്ന പോലെ കഞ്ഞിവെള്ളമൊക്കെ ഒഴിച്ചിടും. അതുപോലെ തന്നെ കല്ലുപ്പും നല്ല തിളച്ച വെള്ളമൊക്കെ ഉപയോഗിച്ച് പല പ്രാവശ്യം വാഷ് ചെയ്തിട്ട് ഇതുപോലെ തന്നെ പല തവണ ചൂടാക്കി അങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത്. ആ ഒരു രീതിയിലൊക്കെ തന്നെ ചെയ്ത് കൊടുക്കണം. ഇതിപ്പോൾ സീസണിങ് ചെയ്ത് വന്നത് ഇതുപോലെ വളരെ എളുപ്പത്തിൽ നമുക്ക് യൂസ് ചെയ്യാം. ഇപ്പോൾ അത് നന്നായിട്ട് ഓയിലൊക്കെ ബ്രഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നല്ലപോലെ ഇതൊന്ന് ചൂടാകാനായിട്ട് സ്റ്റൗവിലേക്ക് വെച്ച് കൊടുക്കാം. ഇങ്ങനെ നല്ലപോലെ ചൂടായി വന്നതിന് ശേഷം നമ്മൾ ഒരു ചെറിയുള്ളിയോ അല്ലെങ്കിൽ ഒരു സവാളയുടെ പകുതിയോ വല്ലോ ഇതുപോലെ ഒരു ഫോർക്കിൽ കുത്തിയിട്ട് നന്നായിട്ട് ഇതിലേക്ക് ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കണം. അപ്പം നല്ലപോലെ നമ്മുടെ ഈ ഒരു പാൻ മയങ്ങി കിട്ടുകയും ചെയ്യും. ഇനിയിപ്പോൾ ഇങ്ങനെ ചെയ്തിട്ട് നമുക്കിത് വാഷ് ചെയ്തെടുത്തിട്ട് വന്നിട്ട് നമുക്ക് ഇതിൽ കുക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാൻ നന്നായിട്ട് വാഷ് ചെയ്തെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. അതിനുശേഷം വീണ്ടും ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് നമ്മളിതിലേക്ക് ഊത്തപ്പം റെഡിയാക്കുവാണ്. ഊത്തപ്പം ഇഷ്ടമുള്ളവർക്ക് അങ്ങനെ ചെയ്യാം, ഇല്ലെങ്കിൽ കുഞ്ഞു കുട്ടി ദോശ ഇഷ്ടമുള്ളവർക്ക് അങ്ങനെ ചെയ്യാം. പിന്നെ ഇതിൽ നമുക്ക് ഓംലെറ്റും ഒക്കെ റെഡിയാക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ ഈസി ആയിട്ട് ഒരു ഊത്തപ്പം കൂടെ റെഡിയാക്കി കാണിക്കുന്നുണ്ട്. പിന്നെ ഒരു ടിപ്പ് പറയാം, ഫസ്റ്റ് ടൈമാണ് നമ്മൾ ഇതിലിങ്ങനെ കുക്ക് ചെയ്യുന്നത്, അതുകൊണ്ട് അല്പം ഒന്ന് ഇളകി വരാനായിട്ട് ബുദ്ധിമുട്ടുണ്ടായി. അപ്പോൾ നമ്മൾ പല പ്രാവശ്യം ഉപയോഗിക്കുമ്പോൾ ഇത് നോൺ സ്റ്റിക്ക് പോലെ ആയി വരും. അതാണ് കാസ്റ്റ് അയൺ പാത്രങ്ങളുടെ പ്രത്യേകത. പിന്നെ നമ്മൾ എടുക്കുന്ന അരി, അതായത് ഈ ദോശയ്ക്കും ഇഡലിക്കും ഒക്കെ എടുക്കുന്ന അരി നല്ലതാവാനായിട്ട് ശ്രദ്ധിക്കണം. എന്നാലാണ് നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് ദോശ ഇഡലിയൊക്കെ റെഡിയാക്കാനും പറ്റത്തുള്ളൂ. പിന്നെ കാസ്റ്റ് അയൺ പാത്രങ്ങളിൽ കുക്ക് ചെയ്യുമ്പം നല്ലപോലെ ചൂടായതിനു ശേഷം വേണം നമ്മളിതിൽ കുക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ ചേർത്ത് കൊടുക്കാനായിട്ട്. പിന്നെ കുക്ക് ചെയ്ത് തുടങ്ങുമ്പോൾ നമ്മളിത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്യാനും ശ്രദ്ധിക്കുക. കാരണം ഇത് നന്നായിട്ട് ചൂടായിട്ടിരിക്കുകയാണ്. പിന്നെ ആ ചൂട് അത് മെയിൻറ്റെയിൻ ചെയ്ത് പൊക്കോളും. പിന്നെ നമ്മൾ ഹൈ ഫ്ലെയിമിൽ വെക്കേണ്ട കാര്യമില്ല, നല്ല ചൂടുണ്ട് പിന്നെ ഈ പാത്രത്തിന്. അപ്പം നമ്മൾ 2 ഊത്തപ്പം റെഡിയാക്കി, അതുപോലെ തന്നെ ഒരു ഓംലെറ്റും കൂടെ ഒഴിച്ച് കാണിക്കാം. അപ്പോൾ ഇതേ നമ്മൾ ഓംലെറ്റും റെഡിയാക്കിയിട്ടുണ്ട്. നല്ല പെർഫെക്റ്റ് ആയിട്ട് ഫസ്റ്റ് ടൈം തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമ്മൾ സാധാരണയായിട്ട് നോൺ സ്റ്റിക്കിൻ്റെ തവയിലൊക്കെ റെഡിയാക്കുന്ന ഊത്തപ്പം അല്ലെങ്കിൽ ദോശ, ഓംലെറ്റ് ഇതിനെക്കാട്ടുമൊക്കെ ഭയങ്കര ടേസ്റ്റായിരുന്നു ഈ ഒരു തവയിൽ റെഡിയാക്കിയപ്പം.
പിന്നെ നമ്മളിത് വാഷ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, നേരെ ചൂടോടുകൂടി നമ്മൾ സിങ്കിലിട്ട് ഇത് വെള്ളം ഒഴിച്ചിട്ട് വാഷ് ചെയ്യരുത്. ഇത് നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രമേ ഏത് കാസ്റ്റ് അയൺ പാത്രങ്ങളായാലും വാഷ് ചെയ്യാവുള്ളൂ. ഇനി ഞാൻ നമ്മുടെ കടായിൽ ഒരു സോയ റോസ്റ്റും കൂടി എളുപ്പത്തിൽ റെഡിയാക്കുന്നുണ്ട്. സോയ റോസ്റ്റ് റെഡിയാക്കാനായിട്ട് ആദ്യം എല്ലാവർക്കും അറിയാമല്ലോ, സോയ ഒരു അല്പം മഞ്ഞൾപ്പൊടി ഇട്ട വെള്ളത്തിൽ നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം, ഒരു 5 മിനിറ്റ് 10 മിനിറ്റോളം. ഞാനിപ്പോൾ ഇതുപോലത്തെ വലിപ്പം കൂടിയിട്ടുള്ള സോയ വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഗ്രാനുൾസ് ആയിട്ടുള്ള സോയ വെച്ച് നമുക്ക് ഈ റെസിപ്പി ചെയ്യാവുന്നതാണ്, നല്ല ടേസ്റ്റാണ്. ഇപ്പോൾ അതേ ഒരു 5-8 മിനിറ്റ് തിളച്ചതിന് ശേഷം നമ്മളിത് വാങ്ങി വെച്ചിട്ട് നല്ലപോലെ ഒന്ന് ഡ്രൈ ആകാനായിട്ട് മാറ്റി വെക്കണം. ഒക്കെ എല്ലാവർക്കും അറിയാമല്ലോ. ഇനിയിപ്പോൾ അതേ നമ്മുടെ കടായി ചൂടാകാനായിട്ട് വെച്ചിട്ടുണ്ട്. നമ്മൾ നേരത്തെ തവയിൽ ചെയ്ത പോലെ തന്നെ നന്നായിട്ട് ചൂടായതിന് ശേഷം ഇതിലേക്ക് ഒരു ഉള്ളി കട്ട് ചെയ്തിട്ട് ഒന്ന് റബ്ബ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പം നമുക്കിത് നന്നായിട്ട് ഒന്നുകൂടി സീസണിങ് ആയി കിട്ടും. ഇനി ഇത് നമുക്ക് നന്നായിട്ട് തണുത്തിട്ട് വാഷ് ചെയ്തെടുത്തിട്ട് വരാം. അതിന് ശേഷം നമുക്ക് സോയ റെഡിയാക്കാം. കറിവേപ്പില നമ്മൾ തീരാതെ ഇതുപോലെ ബോട്ടിൽ എടുത്ത് വെക്കുന്നതാണ് കേട്ടോ. അപ്പോൾ തീർന്നിരുന്ന കാരണം നമ്മൾ പെട്ടെന്ന് പോയി പുറത്ത് പോയി എടുത്താണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെയൊക്കെ എടുത്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് ടൈം സേവ് ചെയ്യാനും പറ്റും രാവിലെയൊക്കെ. ഇനിയിപ്പോൾ അതേ നമ്മൾ കടായി വെച്ച് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് ചൂടായിട്ട് ഓയിൽ ഒഴിച്ചു. പിന്നെ ഇതിലേക്ക് കടുകും പെരിഞ്ചീരകവും കറുവാപ്പട്ടയും ഗ്രാമ്പും ഏലക്കയും അങ്ങനെയുള്ളതെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഒരു സവോള കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്. നല്ല കനം കുറച്ചിട്ടാണെങ്കിൽ പെട്ടെന്ന് ഇതിൽ കുക്കായി വരും. പിന്നെ നല്ലൊരു ചൂട് നിൽക്കുമല്ലോ ഈ കാസ്റ്റ് അയൺ പാത്രങ്ങളിൽ, അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് ഇട്ട് ഇളക്കേണ്ട കാര്യമൊന്നുമില്ല, പെട്ടെന്ന് തന്നെ ഇത് ചൂടായി കിട്ടുകയും ചെയ്യും. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്തു. ഇനിയിപ്പം ഒരു തക്കാളിയും കൂടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ നമ്മളിതുപോലത്തെ കാസ്റ്റ് അയൺ പാത്രങ്ങളിൽ കുക്ക് ചെയ്യുമ്പോഴത്തേക്കുള്ളൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് കുക്കിംഗ് ടൈം സേവ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ ഇത് നമ്മൾ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തു. ഫ്രഷ് കറിവേപ്പിലയൊക്കെ ചേർക്കാനുള്ളവർക്ക് അതങ്ങനെ തന്നെ ഏത് കറികളിലും ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നല്ലൊരു ഫ്ലേവറൊക്കെ ആയിരിക്കും. പിന്നെ കാസ്റ്റ് അയൺ പാത്രങ്ങളിൽ കുക്ക് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഓയിലും വളരെ കുറച്ച് മതി, അതുകൊണ്ട് തന്നെ നല്ല ഹെൽത്തിയുമാണ്. നമ്മൾ സാധാരണയായിട്ട് അലൂമിനിയത്തിലൊക്കെ കുക്ക് ചെയ്യുമ്പോഴത്തേക്കും ഓയിൽ ഒഴിച്ചാൽ പെട്ടെന്ന് അത് വറ്റിപ്പോവുകയും അങ്ങനെയൊക്കെ ചെയ്യത്തില്ലേ, ഫ്രൈ ഒക്കെ ചെയ്യുമ്പോഴത്തേക്ക്. ഇതിലാകുമ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ ഒഴിച്ചു കൊടുക്കുന്ന ഓയിൽ നമുക്ക് ഫ്രൈ ചെയ്യാനുള്ള ഐറ്റംസൊക്കെ ഇടുകയാണെങ്കിലും ആ ഓയിൽ അതുപോലെ തന്നെ ലാസ്റ്റ് വരെ കിടക്കുന്നതായിരിക്കും. ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഗരം മസാലപ്പൊടി, പിന്നെ നമ്മുടെ കാശ്മീരി മുളക് പൊടി, ഇത്രയാണ് ഞാൻ ചേർത്തിരിക്കുന്നത്. അതിൻ്റെയും പച്ചമണം ഒന്ന് മാറിയതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് നോൺ സ്റ്റിക്കിൻ്റെ പാത്രങ്ങളിലൊക്കെ ആണെങ്കിൽ സ്റ്റീലിൻ്റെ സ്പൂണ് അങ്ങനെയുള്ളതൊന്നും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റത്തില്ലല്ലോ. ഈ കാസ്റ്റ് അയൺ പാത്രങ്ങളിലാണെങ്കിൽ ആ ഒരു പ്രശ്നമില്ല. സ്റ്റീലിൻ്റെ സ്പൂണോ അങ്ങനെയുള്ളതൊക്കെ നമുക്ക് യൂസ് ചെയ്യാം, സ്ക്രാച്ച് റെസിസ്റ്റൻ്റ് ആയതുകൊണ്ട് തന്നെ. ഇനിയിപ്പം നമ്മൾ നേരത്തെ വേവിച്ചിട്ട് ഡ്രൈ ആകാൻ വെച്ചിട്ടുള്ള സോയയും കൂടെ ചേർത്ത് കൊടുത്തു. ഇനിയിപ്പം നല്ലപോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്തിട്ട് നമുക്ക് ഇതൊരു 5 മിനിറ്റ് ഒന്ന് മൂടി വയ്ക്കാം. ചൂടൊക്കെ ഈ കാസ്റ്റ് അയൺ പാത്രങ്ങൾ ഈവനായിട്ട് നിൽക്കുന്നത് കൊണ്ട് നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ച് തന്നെ ഇത് 5 മിനിറ്റും കൂടെ കുക്ക് ചെയ്താൽ മതി. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, നമ്മൾ കാസ്റ്റ് അയൺ പാത്രങ്ങളിൽ കുക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും കുക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ സ്റ്റൗ ഓഫ് ചെയ്തതിന് ശേഷം ഇതിലെ ഫുഡ് ഐറ്റംസ് നമ്മൾ മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കേണ്ടതാണ്. ഇതിൽ തന്നെ ഇരുന്നാൽ നമുക്ക് കളർ ചേഞ്ച് വരികയും അതുപോലെ തന്നെ അയണിൻ്റെ കൂടുതൽ ആ ഒരു ടേസ്റ്റൊക്കെ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഏതൊരു ഫുഡും നമ്മളിതിൽ കുക്ക് ചെയ്താൽ ഉടൻ തന്നെ മറ്റൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കണം. അപ്പോൾ ഇതാ നമ്മുടെ വളരെ രുചികരമായിട്ടുള്ള സോയ റോസ്റ്റ് പെട്ടെന്ന് നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഒരല്പം മല്ലിയിലയും കൂടെ ഇട്ടാൽ നല്ല അടിപൊളി സോയ റോസ്റ്റ് കഴിക്കാൻ പറ്റും. ഇനിയിപ്പോൾ ഞാൻ നേരത്തെ നമ്മൾ ഊത്തപ്പവും ഓംലെറ്റും ഒക്കെ ഉണ്ടാക്കിയിട്ടുള്ള ആ തവയും ഈ കടായും കൂടെ നല്ലപോലെ തണുത്തതിന് ശേഷമാണ് വാഷ് ചെയ്ത് വെക്കുന്നത്. അപ്പോൾ ഇൻഡസ് വാലിയുടെ ഏതെങ്കിലും പ്രൊഡക്റ്റ് ഇതുപോലെ പർച്ചേസ് ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവർക്ക് നമ്മൾ പ്രൊഡക്റ്റിൻ്റെയൊക്കെ ലിങ്കും അതുപോലെ തന്നെ അവരുടെ ലിങ്കും നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ നമ്മൾ കാസ്റ്റ് അയൺ പാത്രങ്ങൾ ഏതായാലും ഇതുപോലെ നന്നായിട്ട് തണുത്തിട്ട് മൈൽഡായിട്ടുള്ള ലിക്വിഡ് ഒഴിച്ചിട്ട് ഇതുപോലെ സ്പോഞ്ചിൻ്റെ സ്ക്രബ്ബർ വെച്ചിട്ട് നല്ലപോലെ ഒന്ന് ക്ലീൻ ആക്കിയതിന് ശേഷം നന്നായിട്ട് തുടയ്ക്കണം, നമ്മൾ ആദ്യം ചെയ്ത പോലെ തന്നെ. അതിന് ശേഷം നമ്മൾ ഓയിൽ ബ്രഷ് ചെയ്തിട്ട് നല്ലപോലെ ഇത് ചൂടാക്കിയിട്ട് എല്ലായിടത്തും ഓയിലാകത്തക്ക രീതിയിൽ ഒരു കോട്ടൻ്റെ ടവൽ വെച്ചിട്ട് എല്ലായിടത്തും ഒന്ന് ആക്കി കൊടുത്തതിന് ശേഷം വേണം നമ്മളിത് സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ടും. ഇങ്ങനെയൊക്കെ നമ്മൾ സൂക്ഷിച്ച് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് ഈ കാസ്റ്റ് അയൺ പാത്രങ്ങളൊക്കെ ലൈഫ് ലോങ് നോൺ സ്റ്റിക്ക് പോലെ നമുക്കിത് ഉപയോഗിക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചിട്ട് നമ്മൾ കഴിയുന്നത് നോൺ സ്റ്റിക്കും അലൂമിനിയം ഒക്കെ ഒഴിവാക്കിയിട്ട് കാസ്റ്റ് അയൺ പാത്രങ്ങളൊക്കെ കൂടുതലും വാങ്ങി ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക. നമ്മുടെ അടുത്ത തലമുറയ്ക്കും അതുതന്നെയാണ് ഹെൽത്ത് വൈസ് നല്ലത്. മനുഷ്യരായ നമുക്ക് എല്ലാവർക്കും സന്തോഷം കിട്ടാനായിട്ടൊരു മോട്ടിവേഷൻ ടിപ്പ് പറയാമേ. 3 കുഞ്ഞു രഹസ്യങ്ങളാണ്. ഇത് പാലിച്ചാൽ നമുക്ക് എല്ലാവർക്കും എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കാനായിട്ട് പറ്റും. ഒരു മനുഷ്യൻ തൻ്റെ കുടുംബത്തിൽ എല്ലാവരോടും ദൃഢമായ ബന്ധം പുലർത്തുകയാണെങ്കിൽ നല്ല സന്തോഷം അവർക്ക് ലഭിക്കുന്നതായിരിക്കും.
ഇപ്പോൾ ഒരു സ്ത്രീ മകളായിരിക്കുമ്പോഴും അവൾ മരുമകളായിരിക്കുമ്പോഴും അമ്മയാവുമ്പോഴും അമ്മായിമ്മയാവുമ്പോഴും അതുപോലെ തന്നെ ഗ്രാൻഡ് മദർ ആവുമ്പോഴും എല്ലാം നമ്മുടെ കുടുംബത്തിലുള്ള അംഗങ്ങളോട് ദൃഢമായിട്ടുള്ള ആ രീതിയിലുള്ള ബന്ധം, അതായത് മറ്റുള്ളവർക്ക് വിഷമം വരാത്ത രീതിയിലുള്ള സ്നേഹബന്ധത്തിലാണെങ്കിൽ നമുക്ക് നല്ല സന്തോഷം ലൈഫിൽ മുഴുവൻ കിട്ടും. ഇനി രണ്ടാമത്തെ രഹസ്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ മനുഷ്യരെല്ലാവരും സാമൂഹ്യ ജീവിയാണ്. അപ്പം നമുക്ക് നല്ലൊരു ഫ്രണ്ട് ഉണ്ടാവുന്നത് ഏറ്റവും നല്ലൊരു കാര്യമാണ് നമ്മുടെ ലൈഫിൽ. അതായത് ചീത്ത ഫ്രണ്ട്സും ഉണ്ട്, നല്ല ഫ്രണ്ട്സും ഉണ്ട്. നമ്മളെ ചതിക്കാത്ത, നമ്മുടെ ദുഃഖങ്ങളിലും സന്തോഷങ്ങളിലും ഒക്കെ നമ്മളത് പങ്കുവെക്കുമ്പം നമ്മളെ കേൾക്കാനും നമ്മുടെ ആ ഒരു ദുഃഖത്തിൽ പങ്കുചേരാനും നമ്മളെ ആശ്വസിപ്പിക്കാനും അങ്ങനെയൊക്കെ കഴിവുള്ള ഒരു ഫ്രണ്ടിനെയാണ് നമുക്ക് വേണ്ടത്. അങ്ങനെ ഒരു ഫ്രണ്ടുള്ള ആൾക്ക് എന്തായാലും ജീവിതം സന്തോഷകരമായിരിക്കും. ഇനി മൂന്നാമതായിട്ട് നമുക്ക് ഏറ്റവും അധികം സന്തോഷം തരുന്ന ഒരു കാര്യമുണ്ട് കേട്ടോ. അതെന്താണെന്നറിയോ? നമ്മൾ സമൂഹത്തിലേക്ക് ഇറങ്ങിച്ചെല്ലണം. അവിടെ നമ്മൾ ഒരുപാട് അനാഥരെയും വിധവകളെയും അതുപോലെ തന്നെ രോഗം കൊണ്ട് ഒരുപാട് കഷ്ടപ്പെടുന്നവരെയും അതുപോലെ തന്നെ വീടില്ലാത്തവരെയും അങ്ങനെയൊക്കെ ഒരുപാട് രീതിയിൽ ബുദ്ധിമുട്ടുന്നവരെ കാണാൻ പറ്റും. അപ്പോൾ അവരെയൊക്കെ നമ്മൾ നമ്മുടെ മക്കളെയും കൊണ്ടൊക്കെ പോയി അവരെ ഒന്ന് കാണുകയും അവരെ ചെറിയ രീതിയിലാണെങ്കിലും ഒന്ന് സഹായിക്കുകയൊക്കെ ചെയ്താൽ നമ്മുടെ വരും തലമുറയ്ക്കും അതൊരു ഭയങ്കര പ്രചോദനമായിരിക്കും. പിന്നീട് ഭാവിയിലാണെങ്കിൽ അവർക്കും ഇങ്ങനെയുള്ള സഹായങ്ങളൊക്കെ ചെയ്യാൻ ഒരു മനസ്സും വരും. അത് നമ്മൾ വെറുതെ ഇരിക്കുമ്പോഴും അത് ചെയ്തല്ലോ എന്ന് ഓർക്കുമ്പോൾ നമുക്കൊരു ഭയങ്കര സന്തോഷം കിട്ടും ലൈഫിൽ. പിന്നെ പ്രാർത്ഥന, അതാണ് പൊതുവായ കാര്യം. നമുക്ക് സന്തോഷം മനസ്സിന് ലഭിക്കാനായിട്ട് മെയിനായിട്ട് അത് വേണം എല്ലാത്തിലുപരി. പിന്നെ ടോട്ടലി നോക്കുകയാണെങ്കിൽ മനുഷ്യൻ കുടുംബത്തിൽ തന്നെ ഒതുങ്ങാൻ പാടില്ല. അന്നേരം നമ്മൾ തീരെ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളെ ചെയ്യത്തുള്ളൂ. പോസിറ്റീവായിട്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റാതെ വരും. പിന്നെ ഫ്രണ്ട്ഷിപ്പ്, ഒരുപാട് ഫ്രണ്ട്ഷിപ്പിൽ തന്നെ നമ്മളങ്ങോട്ട് ഇതായാൽ നമ്മൾ വഴിതെറ്റിപ്പോവും. സമൂഹത്തിലും അതുപോലെ തന്നെ നമ്മൾ സാമൂഹ്യ ജീവിയായിട്ട് മാത്രം സമൂഹത്തിൽ മാത്രം ഇതായാലും നമ്മൾ വഴിതെറ്റിപ്പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് എല്ലാം ബാലൻസ് ചെയ്ത് നമ്മൾ ഉപയോഗിക്കുക. അപ്പോൾ നമ്മുടെ ലൈഫ് ഫുള്ള് സന്തോഷം നിറഞ്ഞതാകും, സ്ട്രെസ് ഫ്രീ ആയിരിക്കുകയും ചെയ്യും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു ചെറിയ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു, യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരിക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. വീണ്ടും മറ്റൊരു യൂസ്ഫുൾ വീഡിയോയുമായിട്ട് കാണാം. എല്ലാവരും സന്തോഷത്തോടെയും സേഫായിട്ടും ഒക്കെ ഇരിക്കുക. ടേക്ക് കെയർ. ബൈ ബൈ.